അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കാണണേ. പാവപ്പെട്ടവരെയും അശരണരെയും നിരാലംബരെയും വീടില്ലാത്തവരെയും കണ്ടുപിടിക്കേണ്ട ചുമതലയും ബാധ്യതയും ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് 25 വീട് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിത് കൊടുക്കണം. അതെൻ്റെ സുഹൃത്ത് സുനിൽ കുമാർ, നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നെ ഇതിന് വിളിച്ച 24 ചാനലിലും ഫ്ലവേഴ്സിലുമുള്ള അനർഘമായ എൻ്റെ കൃതജ്ഞതയും. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ യൂസഫ് അലി സാഹിബിൻ്റെ പുതിയ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാവപ്പെട്ടവർക്ക് 25 വീടും കൂടെ വെച്ച് നൽകാൻ അങ്ങേരുടെ ആളുകളോട് പറയുകയാണ്. ഓൾറെഡി 10 വീട് വെച്ച് കൊടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുത്തായി. ഇനിയും നിങ്ങൾ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് പണി ചെയ്ത് കൊടുക്കുമ്പോൾ അവനവൻ്റെ ആൾക്കാർക്ക് കൊടുക്കും എന്നുള്ള ഒരു പരാതിയും കൂടെ വരുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു പരാതി വരാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെടാത്ത ആളുകളിലേക്കാണ് ഏൽപ്പിച്ചിട്ട് കൃത്യമായിട്ട് സുഹൃത്തുക്കളെ അർഹതപ്പെട്ടവർ കൊടുക്കുന്ന അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ യൂസഫ് സാഹിബ് അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് കോടീശ്വരന്മാരുണ്ട്, കാശുകാരുണ്ട്, ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട്. പക്ഷെ ഇതുപോലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 അല്ലെങ്കിൽ 1,00,000 1 or 2 പേരേ ഉള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് കറക്റ്റ്. വീടില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. കയ്യിൽ കാശ് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ വീട് അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാണും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് വലിയ രീതിയിലുള്ള സഹായങ്ങളെ കുറിച്ചിട്ടാണ്. ഇതൊന്നും ചെറിയ സഹായമല്ല. കാരണം നമുക്കറിയാം, ചില ആളുകൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രവാസ ലോകത്ത് പോലും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംഭവം യൂസഫ് അലീനെ പോലുള്ള ആളുകൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത്, വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നമ്മുടെ യൂസഫ് അലി സാഹിബിന് എല്ലാവിധ നന്മകളും നേരുന്നു. അപ്പോൾ എത്രയോ ആൾക്കാരുടെ കയ്യിൽ കോടിക്കണക്കിന് സമ്പത്തുണ്ടായിട്ട് പാവങ്ങളെ കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ ഈ കാശും കൊണ്ട് ഒരിക്കലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അടുത്ത ജനറേഷന് കൊടുക്കുകയുള്ളൂ. അവരിതേപോലെ കോടികൾ ഉണ്ടാക്കി അവരും അടുത്ത ജനറേഷനിൽ കൊടുക്കും. ചിലപ്പോൾ അവരും കുറച്ച് ആഡംബരത്തിലൊക്കെ ജീവിക്കായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു പുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവുമില്ല. ഏത് മതത്തിൽപ്പെട്ടവനായാലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ സഹായമായാലും വലിയ സഹായമായാലും അത് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല. പല ആളുകളും പല രീതിയിലും ഭക്തികൾ കൊണ്ട് നടക്കുന്നുണ്ട്, അത് ഏത് മതത്തിലായാലും ശരി. എന്നിട്ട് ചിലപ്പോൾ ഒരു മനുഷ്യനും ഒരു ഉപകാരവും ചെയ്യില്ല. ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട്, എനിക്കുള്ള എൻ്റെ കുഴിമാടത്തിലുള്ള ഇതെല്ലാം ഞാൻ പുണ്യം ചേർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മതക്കാരും ഇതിൽപ്പെട്ട പല ദൈവങ്ങളെയും അങ്ങനെ ആരാധനിച്ച് ഇഷ്ടംപോലെ അവരുടെ ഈ ആരാധനകളുടെ ഭണ്ഡാരങ്ങളിലും അതുപോലെ തന്നെ ഉണ്ടിയലെല്ലാം കൊണ്ട് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട്. ഈ ഉണ്ടിയിലുള്ള പൈസകളൊക്കെ എങ്ങോട്ട് പോകുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പല കാര്യത്തിലും ചിലപ്പോൾ പല ആളുകളും എടുത്തും കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ മുന്നിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുണ്ടാവും, നമുക്ക് നേരിട്ട് അറിയുന്നവർ. അവരെല്ലാം സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു നല്ല കാര്യമില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ സഹായം വാങ്ങിയ ആൾക്കാർ ആ ഒരു നന്ദി എന്നും നമ്മളോട് കാണിക്കുകയും ചെയ്യും. മാത്രമല്ല, ഏത് കാലത്തായാലും നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നും തീർച്ചയായിട്ടും ഈ ഒരു മനുഷ്യൻ്റെ കാരണം ഇങ്ങനത്തെ ഒരു വീട് എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സഹായം കിട്ടി എന്ന് ചിന്തിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇപ്പം നിങ്ങളൊരു വീട് വെച്ച് കൊടുത്തു ഒരു മനുഷ്യന്, അപ്പോൾ ആ മനുഷ്യൻ ആ വീട്ടിലിരുന്ന് ഒരു നേരം റാഹത്തായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും അയാൾ കൃത്യമായിട്ട് ചിന്തിക്കും, നമ്മളുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വീട് കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് സുഹൃത്തുക്കളെ അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കാൻ തുടങ്ങും. അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ ആഹാരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തൊക്കെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനമാണ് പ്രിയ സുഹൃത്തുക്കളെ. ഒരു മനുഷ്യനിക്ക് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും നല്ലൊരു പുണ്യപ്രവർത്തനം തന്നെയാണ്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള നന്മയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ഭൂമിയിൽ അല്പമെങ്കിലും കാരുണ്യം ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്വാർത്ഥ ലോകത്ത് കുറച്ച് മനുഷ്യരെങ്കിലും മറ്റുള്ളവരോട് നന്മയും ദയയും കാണിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. ഒരുപാട് ഇനിയും ഒരേപോലുള്ള ആളുകൾക്ക് ഒരുപാട് നന്മകളും ഒരുപാട് ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ യൂസഫ് അലി സാഹിബിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക.